ഹലോ എവ്രി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, സാറേ +1 ഹിസ്റ്ററിയുടെ വെയിറ്റേജ് തരുമോ? വെയിറ്റേജ് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു. വെയിറ്റേജിന് വീഡിയോ ആയിട്ട് ഞാൻ വന്നു. അത് വെയിറ്റേജ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ പഠിച്ചിറങ്ങി. നിങ്ങൾ കമൻറ്റ് ചെയ്യണം മക്കളെ. നിങ്ങൾ പഠിച്ചിറങ്ങി ഒന്ന് കമൻറ്റ് ചെയ്യണം. രണ്ടാമത്, നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള വിഷയം ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. മൂന്നാമത്, നിങ്ങൾക്ക് +1 കുറിച്ചുള്ള മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ. ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഒന്ന്, നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ. രണ്ട്, നിങ്ങൾക്ക് +1 ഏറ്റവും ടഫുള്ള വിഷയം ഏതാണ്. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് +1 കുറിച്ച് മൊത്തത്തിലുള്ള അഭിപ്രായം. അല്ലെ, എങ്ങനെയുണ്ട് സബ്ജക്റ്റ്, എങ്ങനെയുണ്ട് SLC ആണോ, അല്ലെങ്കിൽ പഠിച്ചത് എന്താണ് അവസ്ഥ, പഠിച്ച് കുറേ ആയിട്ട് തല പെരുക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ പഠിത്തവുമായിട്ട് അല്ലെങ്കിൽ +1 ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ആശങ്കകൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് എന്ത് കാണാം, +1 ഹിസ്റ്ററിയുടെ വെയിറ്റേജ് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. സോ നമ്മുടെ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ചാപ്റ്ററിന് എക്സാമിന് ചോദിക്കുക എത്ര മാർക്കിനാണ്? 8 മാർക്കിനാണ് ചോദിക്കുക. രണ്ടാമത്തേത് എൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് അഥവാ റോമൻ എംപയറിനെ കുറിച്ചുള്ള പാഠം എത്ര മാർക്കിന് ചോദിക്കുക? 10 മാർക്കിനാണ് ചോദിക്കുക. അടുത്ത എന്താ, ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്, അതായത് മുൻ വർഷങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി ടൈം. ആ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി ടൈം എന്നുള്ള ചാപ്റ്റർ എന്ത് ചെയ്യാണ്, കുറച്ച് ടോപ്പിക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഒറിജിൻ ഓഫ് ദി ഹ്യൂമൻസ് എന്നുള്ള ചാപ്റ്റർ ആക്കി മാറ്റി. അതിന് എത്ര മാർക്കും ചോദിക്കും? 8 മാർക്കും ചോദിക്കും. നാലാമത്തത് കൾച്ചറൽ ഫോർമേഷൻ ഇൻ ദ മിഡിൽ ഏജസ്, 10 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. ഈ കൾച്ചറൽ ഫോർമേഷൻ ഇൻ ദ മിഡിൽ ഏജസ് എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ് എന്നുള്ള ചാപ്റ്ററും അതേപോലെ കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ്, നമ്മൾ മായൻ, ഇൻക, അതേപോലെ ആസ്ടെക്, ഇവരെ കുറിച്ച് പഠിക്കുന്ന കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചേഴ്സ് എന്നുള്ള ചാപ്റ്ററും സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സിൽ ഉമയ്യഡ്സിനെ കുറിച്ചും അബ്ബാസിഡ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ക്രൂസൈഡ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഈ ചാപ്റ്റർ 2 കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ചാപ്റ്റർ ആക്കി മാറ്റിയതാണ് ഇത് കൾച്ചറൽ ഫോർമേഷൻ ഇൻ ദി മിഡിൽ ഏജസ്. അതിന് 10 മാർക്കിൽ ചോദിക്കും കേട്ടോ. പിന്നെ നൊമാഡിക് എംപയർ എന്നുള്ള ചാപ്റ്റർ, നമ്മുടെ ചെങ്കിസ് ഖാന്റെ ചാപ്റ്റർ 6 മാർക്കിൽ ചോദിക്കും. ദ 3 ഓർഡേഴ്സ്, യൂറോപ്പിലെ ഫ്യൂഡൽ സിസ്റ്റത്തെ കുറിച്ചുള്ള ചാപ്റ്ററിന് 10 മാർക്കിന് ചോദിക്കും. പിന്നെ ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻ, അല്ലെ, ഹ്യൂമാനിസം, മാനവികതയെ കുറിച്ചുള്ള ചാപ്റ്റർ എത്ര മാർക്കിന് ചോദിക്കും? 10 മാർക്കിന് ചോദിക്കും. 7th ചാപ്റ്ററിന്. പിന്നെ ഏജ് ഓഫ് ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻ, അല്ലെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ചാപ്റ്ററിന് എത്ര മാർക്കിന് ചോദിക്കണം? 8 മാർക്കിന് ചോദിക്കും. അടുത്തത് ഡിസ്പ്ലേസിങ് ഇൻഡിജിനസ് പീപ്പിൾ, നമ്മുടെ ഓസ്ട്രേലിയയെ കുറിച്ചിട്ടും അമേരിക്കയിലെ ഗോൾഡ് റഷിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഈ ചാപ്റ്റർ എത്ര മാർക്കിന് ചോദിക്കും? 4 മാർക്കിന് ചോദിക്കും. പിന്നെ പാത്ത് ടു മോഡേണൈസേഷൻ, അല്ലെ, നമ്മുടെ ചൈനയെ കുറിച്ചും ജപ്പാനെ കുറിച്ചും ചോദിക്കുന്ന, അല്ലെങ്കിൽ ചൈനയെ കുറിച്ചും ജപ്പാനെ കുറിച്ചും പഠിക്കുന്ന അവസാനത്തെ ചാപ്റ്റർ എത്ര മാർക്കിന് ചോദിക്കും? 6 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് 8 മാർക്കാണ്, സെക്കൻഡ് ചാപ്റ്ററിന് 10 മാർക്കാണ്, തേർഡ് ചാപ്റ്ററിന് 8 മാർക്കാണ്, ഫോർത്ത് ചാപ്റ്ററിന് 10 മാർക്കാണ്, ഫിഫ്ത്ത് ചാപ്റ്ററിന് 6 മാർക്കാണ്. ഫിഫ്ത്ത് ചാപ്റ്റർ എത്ര മാർക്ക് മക്കളെ ചോദിക്കുക? ഫിഫ്ത്ത് ചാപ്റ്റർ എത്ര മാർക്ക് ചോദിക്കുക? 6 മാർക്കിന് എന്ത് ചെയ്യുന്നു ചോദിക്കണം. ഫിഫ്ത്ത് ചാപ്റ്റർ നമുക്ക് എത്ര മാർക്ക് ചോദിക്കും? 6 മാർക്ക് ചോദിക്കും. സിക്സ്ത് ചാപ്റ്റർ 10 മാർക്കിന് ചോദിക്കും. സെവൻത്ത് ചാപ്റ്റർ 10 മാർക്കിന് ചോദിക്കും. 8th ചാപ്റ്റർ 8 മാർക്കിന് ചോദിക്കും. 9th ചാപ്റ്റർ 4 മാർക്കിന് ചോദിക്കും. 10th ചാപ്റ്റർ 6 മാർക്കിന് ചോദിക്കും. ഇതിൽ 10 മാർക്കിന്റെ ചാപ്റ്റർ ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ നിന്നാണ് എസ്സേ ചോദിക്കാൻ ചാൻസ്. എസ്പെഷ്യലി എന്താണ്, കൾച്ചറൽ ഫോർമേഷൻ ഇൻ മിഡിൽ ഏജസ്, അതിലെ ക്രൂസൈഡ്സ്, കുരിശുദ്ധങ്ങൾ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചാണ്. 3 ഓർഡേഴ്സ്, 3 ക്രമങ്ങളിലെ 3 ഓർഡേഴ്സിനെ കുറിച്ച് എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്? എസ്സേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10 മാർക്കിന്റെ ചാപ്റ്റർ നമുക്ക് എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഹിസ്റ്ററിയിൽ 4 മാർക്ക് അല്ലെങ്കിൽ 4 മുതൽ 6 മാർക്ക് വരെ എന്തിനാണ്? മാപ്പിനാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, +1 ഹിസ്റ്ററിയിലെ 4 മുതൽ 6 വരെ മാർക്ക് മാപ്പിനാണ്. അതേപോലെ 4 മാർക്ക് എന്തുണ്ട്? ക്രൊണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ കാലക്രമത്തിൽ എഴുതാനുള്ള ടോപ്പിക് ഉണ്ട്. അതിന് എത്ര മാർക്കിന് ചോദിക്കും? 4 മാർക്കിന് ചോദിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇന്ന് നമ്മുടെ ഹിസ്റ്ററിയുടെ ഫസ്റ്റത്തെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി കൃത്യം 8:30ക്ക് +1 ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ലൈവിലേക്ക് എത്തണം. ഇന്ന് രാത്രി കൃത്യം 8:30ക്ക് നമ്മുടെ ഈ ചാനലിലൂടെ എന്ത് ചെയ്യുന്നു? ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് ആളുകൾക്ക് ഒരു പ്രശ്നമാണ്, അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മക്കളെ, പഠിക്കാൻ കഴിയാത്തവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? പഠിക്കണം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് കൊണ്ടുവരടാ? ഒരു ചിന്ത കൊണ്ടുവരിക. എന്താണ് ആ തോട്ട്? ഞാൻ പഠിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കണം എന്ത്? നിങ്ങൾ പഠിക്കണം. നിങ്ങൾ തന്നെ പഠിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിക്കണം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയതിന് ശേഷം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 3
മണിക്കൂർ, ചുരുങ്ങിയതൊരു 3 മണിക്കൂറെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠനത്തിനായിട്ട് മാറ്റി വെക്കണം. ചുരുങ്ങിയതൊരു 3 മണിക്കൂറെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠനത്തിനായിട്ട് മാറ്റി വെക്കുക. അത് മാത്രമല്ല, കറക്റ്റ് ഒരു 7 മണിക്കൂറിൽ നിങ്ങൾ ഉറങ്ങണം. നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ എന്താ പ്രശ്നം? നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ 7 മണിക്കൂറെങ്കിലും ഉറങ്ങുക, ചുരുങ്ങിയതൊരു 3 മണിക്കൂറെങ്കിലും പഠിക്കുക. പിന്നെ ആവശ്യത്തിന് മെൻ്റൽ റെസ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കണം. അത് ഫുൾ ടൈം പഠിക്കുന്നത് ഇടയ്ക്ക് നമ്മൾ എന്ത് റിലാക്സ് ചെയ്ത് നടക്കണം. ഫുൾ ടൈം റിലാക്സേഷൻ, കുറച്ച് സമയം പഠനം ആവരുത്. കുറച്ച് സമയം റിലാക്സേഷനും കൂടുതൽ സമയം പഠനത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റി വെക്കുക. അടുത്തതെന്താ? നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ മാത്സ്, ഹിസ്റ്ററിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹിസ്റ്ററി മാത്രമല്ല ഏത് ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്താ? PYQs വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? PYQs നന്നായിട്ട് എന്ത് ചെയ്യുക? റെഫർ ചെയ്യുക. പിന്നെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, യൂട്യൂബ് ഷോർട്സ്, ഫേസ്ബുക്ക്, ഇതിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ ടൈം ഒരുപാട് സമയം സ്പെൻഡ് ആവുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ റീൽ കണ്ടിട്ടും സ്നാപ്ചാറ്റിൽ കാണുന്നതൊക്കെ പോയിട്ട് സ്നാപ്പ് ഇട്ടിട്ടും യൂട്യൂബ് ഷോർട്സ് കണ്ടിട്ടും ഒക്കെ നിങ്ങളുടെ ടൈം, ഗെയിം ഒക്കെ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ അതിനുള്ള സമയം മാറ്റി വെക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇൻസ്റ്റഗ്രാമിനും യൂട്യൂബ് ഷോർട്സിനും സ്നാപ്ചാറ്റിനും ഗെയിമിനൊക്കെ മാറ്റി വെക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് മക്കളെ മാറ്റി വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠനത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സമയം മാറ്റി വെക്കണം. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലും യൂട്യൂബ് ഷോർട്സിലും ഗെയിമിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്? സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു താല്പര്യം കൂടി കുറയുന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേയൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ പഠിക്കണം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാക്കിയിട്ട് ഡെയിലി ഒരു 3 മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കുക. ഒരു 7 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, വാട്സപ്പ് പറഞ്ഞോട്ടെ, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, അതേപോലെ യൂട്യൂബ് ഷോർട്സ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക. വാട്സപ്പിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം നിങ്ങൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് ഹിസ്റ്ററിയുടെ എന്ത് വരുന്നത്? വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? +1 ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചാപ്റ്ററിന് എത്ര മാർക്ക് ചോദിക്കുന്ന അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അവർക്കൊക്കെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? വീഡിയോയുടെ ലിങ്ക് എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മോഡൽ എക്സാമിന്, ഇനി വരുന്ന പബ്ലിക് എക്സാമിന് ഇതേ വെയിറ്റേജ് തന്നെയാണ് എന്ത് ചെയ്യുക? ചോദിക്കുക. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഫസ്റ്റ് മോഡൽ എക്സാം നടക്കുക, അത് കഴിഞ്ഞ് പറ്റുന്ന പബ്ലിക് എക്സാം നടക്കും. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഉള്ള സമയം അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വെയിറ്റേജ് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ, കേരളത്തിൽ ആരൊക്കെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ എന്ത് ചെയ്യുക? ഈ ചാനൽ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് രാത്രി കൃത്യം 8:30 നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇമ്പോർട്ടൻറ്റ് ലൈവുമായിട്ട് വന്നിട്ട് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ രാത്രി ലൈവിൽ കാണാം. അതിലേക്കും ബൈ. നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.